രാമക്ഷേത്രത്തെ കൊണ്ടുവന്നതിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും തെറ്റായൊരു നിമിഷം രാജ്യസഭയ്ക്കകത്തിരുന്നേ ഈ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും. ശരി, വ്യക്തമാണ്. താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. റിജിൽ മാക്കുറ്റി വേണുഗോപാൽ മുതൽ ഈ സകല പേരും ഞാൻ പറയുന്നത് നിലപാട് വ്യക്തമാണ്. ആ കോൺഗ്രസ് വ്യക്തമാണ്, മനസ്സിലായല്ലോ, പൊളിറ്റിക്സ് മനസ്സിലാവുന്നുണ്ട്. സമീപനവും അതിന്റെ തുടർച്ചയാണ്. ഞാൻ പറയാം. ഹലോ റിജുൽ മാക്കുറ്റി പറഞ്ഞോളൂ, കേൾക്കാം, വേഗം. ഹലോ ആ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിലൊക്കെ ഞങ്ങളെടുത്ത നിലപാട് ആ രാജ്യസഭയിൽ അവിടെ ഇരുന്നപ്പോഴും ഞങ്ങൾ ഈ രാമക്ഷേത്രത്തിനകത്ത് പ്രധാനമന്ത്രി ഈ ചെയ്ത കാര്യം ശരിയാണെന്ന് കോൺഗ്രസിൻ്റെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. ഈ രാജ്യത്തിനകത്ത് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിനായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുമ്പിൽ തന്നെയാണ് അത് ഈ രാജ്യത്ത് ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങൾ എവിടെയാണ് BJPക്കെതിരായിട്ടുള്ള ഫൈറ്റ് നടത്തുന്നത്? നിങ്ങളുള്ള പല സംസ്ഥാനങ്ങളിലും എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ? നിങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന എത്ര പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കോൺഗ്രസിനെതിരായി ആരോപണം ഉന്നയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു പിന്നെ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തെന്ന് രവി പറയുമ്പോൾ ഞാൻ ചോദിക്കും, കേരളത്തിലെ ഒരു മന്ത്രി ഈ NRC വിഷയത്തിനകത്ത് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ കമന്റ് നടത്തിയ മതവെറി നടത്തിയ ഒരാളാണ് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി. ആ അനുരാഗ് ഠാക്കൂർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാനുമായി വളരെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞത് CPMന്റെ നേതാവും ഇന്നത്തെ മന്ത്രിയുമായി MP രാജേഷാണ്. അദ്ദേഹം അവസാനം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ ഈ ഒരു ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സന്ധി സംഭാഷണങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഏത് രൂപത്തിലാണ് നിങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന അറിയാം. കേരളത്തിൽ ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഈ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കേസ് 39 തവണ മാറ്റിവെച്ചത്? എന്താണ് എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ പിന്നെ അബ്ദുള്ള കുട്ടിയുടെ കേസ്, പഴയ കോൺഗ്രസ് നേതാവ്, സകലവരുടെയും കേസ് എങ്ങനെയാണ്? ഒരു ED കേസുണ്ടോ നിങ്ങൾ കൊടുത്തതല്ലേ? എന്താ ED നിങ്ങൾ